ഹലോ, ഞാനിന്നൊരു മീൻ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പിരാന എന്ന് പറഞ്ഞൊരു മീനാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങുവാണ്. അപ്പോൾ ഇത് നല്ല മീനാണ്, നല്ല നെയ്യുള്ള മീനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തന്നത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ തന്ന. അപ്പോൾ എന്തായാലും വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്തുനിന്ന് കുറേ നെയ്യൊക്കെ ഞാനങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ അവർ ശരിക്കും അങ്ങ് ക്ലീൻ ചെയ്ത് തരില്ലല്ലോ. നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത്, പിന്നെ ഈ കുറച്ച് വലിയ പീസായിട്ടാണ് തന്നെ, അതൊന്ന് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഇതൊക്കെ കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനാവശ്യമുള്ള പൊടികൾ മുളക് പൊടി, പിന്നെ മറ്റേ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അത് ചൂടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചൂടാക്കിയല്ല എടുത്തത്, കുതിർത്തി വെച്ചെടുക്കുക ചെയ്ത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയിട്ട് ഞാൻ 2 ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് വെച്ച കറി കേട്ടോ. ഞാൻ ശരിക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് വയ്ക്കുന്നത്. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളി വെച്ചിട്ട് ഉണ്ടാക്കിയത്. എന്നിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് ഈ ചതച്ച ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തു. മൊരിയുണ്ട് കേട്ടോ, നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചിലരിത് പിഴിഞ്ഞ പുളി ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടെ ഈ കുടംപുളിയായിട്ട് വയ്ക്കുന്നത്. കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു കഷ്ണം തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി, പിന്നെ ഈ കലക്കി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മീനിട്ടത്. നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നല്ലോണം തിളപ്പിച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച ഗ്രേവിയിലേക്കാണ് ഞാൻ ഈ മീൻ ഇടുന്നത്. അപ്പോൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മീനൊക്കെ ഇട്ട് കൊടുക്കാം. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ഇട്ടു. മീനിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് വേകണ മീനായതുകൊണ്ട് നമ്മൾ സ്പൂണിട്ട് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് മീനെടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് വയ്ക്കുവാണ്. അപ്പോൾ എല്ലാം പറക്കിയിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന് നെയ്യ് കൂടുതലാട്ടോ. നന്നായിട്ട് നല്ല ടേസ്റ്റുണ്ട്, നല്ല മീനാണ്. അപ്പോൾ എൻ്റെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ്, മീൻകറി. പിരാന എന്ന് പറഞ്ഞ മീൻകറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.